വീക്കെൻഡിൽ വീട്ടിലേക്ക് പോണ ഒരു ആചാരമുണ്ടല്ലോ, അച്ഛനമ്മേനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞായറാഴ്ച സ്പെഷ്യൽ ഫുഡാണ്, എന്തെങ്കിലും തടയാണ്ടിരിക്കില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് വൈബ് എന്താന്ന് മനസ്സിലായിട്ടാ. എല്ലാ വീട്ടിലും എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടി വെച്ചേക്കണത്. നമ്മുടെ അവിടുത്തെ പള്ളി ഒരു രക്ഷയില്ലട്ടോ, മൊത്തത്തിലാണ് മിന്നി തിളങ്ങാണ്. പള്ളിയുടെ ഫ്രണ്ടിലത്തെ യേശു ക്രിസ്തു നമ്മുടെ അല്ലൂസിന് സ്പൈഡർമാൻ ആണ്. മോനെ ഇത് തമ്പായിയാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ എത്ര സെറ്റ് ആക്കിയാലും പണ്ടത്തെ ചങ്ങരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ അല്ലൂസിന് അത് സ്പൈഡർമാൻ ആണ്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചേട്ടന്റെ വീടും എന്റെ വീടും തമ്മിൽ ഇതിപ്പോ നിങ്ങൾ കണ്ടാ ദൂരല്ലേ, അത്രേ ഉള്ളൂ. റോഡിൽ പുണ്യാഹം തെളിച്ച് അല്ലൂസ് അവന്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. ആ തക്കത്തിൽ നമ്മുടെ ചേട്ടൻ മുങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോ പൊങ്ങുന്നു തമ്പരാൻ അറിയാം. അറിയപ്പോഴത്തേക്കാളും നമ്മുടെ അല്ലൂസിന് മ്യാമം വാങ്ങിച്ച ബാഗ് എത്തിയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളും കലങ്ങളൊക്കെ തുറന്നു നോക്കല് എന്റെ ഒരു ശീലമാണ്. അമ്മ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇളക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ആഗ്രഹിച്ചു. പക്ഷെ കപ്പയായിരുന്നു. ചില നാട്ടിൽ മരച്ചീനി കിഴങ്ങെന്നൊക്കെ പറയും. അപ്പുറത്തെ വീട്ടിലെ ഓമനമ്മയുടെ വീട്ടിൽ പോയിട്ട് ഷാപ്പാടൊക്കെ അടിച്ചിട്ടാണ് അല്ലൂസ് വന്നത്. വന്ന ഉടനെ അവന്റെ ബാഗ് അൺബോക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീട്ടിലെ ഓമനമ്മ വന്നിട്ട് ഒരു ബാഗ് ചോദിച്ചപ്പോ വേണമെങ്കിൽ അമ്മയുടെ കിഡ്നി തരാം, എന്നാലും ഈ ബാഗ് തരില്ല എന്നുള്ള മട്ടിലായിരുന്നല്ലോ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് തുടക്കം കുറിച്ചിട്ട് ഇതേ കരോളെത്തിയിട്ടുണ്ട്. പപ്പാനിക്ക് ഈ പ്രാവശ്യം ലേശം ക്ഷീണാണെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആഹാ അതേ കിടക്കണ കൊട്ടാ സുഖം ബർജർ പെയിന്റിന്റെ ബക്കറ്റ് തന്നെയാണ് കുട്ടാ. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ മിഠായി തന്നില്ല, ചോദിച്ചു വാങ്ങിക്കാൻ കാണിച്ച ആ ഒരു മനം. അങ്ങനെ നിന്നപ്പോഴാണ് ദൂരെന്ന് തീയും പുകയൊക്കെ ആയിട്ട് എന്തോ ഭയങ്കര സംഭവം വരുന്ന പോലെ. അങ്ങനെ പള്ളിയിൽ നിന്നുള്ള കരോള് കാണാനായിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കാളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘോഷയാത്ര ജംഗ്ഷൻ വരെ പോയിട്ട് റിട്ടേൺ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനും അല്ലൂസ് അമ്പലത്തിന്റെ ഭണ്ഡാരത്തിന് അവിടെ കുത്തി. നമ്മുടെ അല്ലൂസിനൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് അവൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പാടം അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഒരു രക്ഷയിലെ ന്യൂ ഇയറിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടോ ഈ മാതിരി സ്റ്റാറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന ആ ഒരു ഘോഷയാത്ര എത്തിയിട്ടുണ്ട്. ഇതിപ്പോ കരോളാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരോളല്ല, ഇതെന്തോ ഘോഷയാത്ര പോലത്തെ സെറ്റപ്പാണ്. കാരണം ഈ ഇടവകയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്രിസ്മസിന് 2 ദിവസം മുന്നേ കരോള് ഇതുപോലെ തന്നെ വരാറുണ്ട്. അത് ഓരോ ഇടവക തിരിച്ചാണ് വരാറ് കേട്ടോ. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. DJ പാട്ടും എല്ലാവരും വൈറ്റും റെഡ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അല്ലൂസിന് ഈ കൂട്ടത്തിൽ നിന്ന് ബലൂൺ കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള അശി പിടിക്കായിരുന്നു. അത് കണ്ടിട്ട് ആ കൂട്ടത്തിലൊരു ചേച്ചി അവനൊരു ബലൂൺ കൊടുത്തുട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാവരും മാക്സിമം അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു സെലിബ്രേഷൻ മൂഡാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ക്രിസ്മസ് എന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.